വൈബ് എന്നെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. കൂട്ടുകാരെ, നമ്മളെപ്പോഴും പറയാറില്ലേ നമുക്ക് ടെൻഷനാണ്, സ്ട്രെസ്സാണെന്നൊക്കെ. അപ്പം ഈ സ്ട്രെസ്സും ടെൻഷനും തമ്മിൽ അല്പം സയൻറ്റിഫിക്കായിട്ട് വ്യത്യാസമുണ്ട്. അപ്പം നമുക്കൊന്ന് പരിശോധിക്കാം എന്താണ് ഈ രണ്ട് വാക്ക് തമ്മിലുള്ള വ്യത്യാസമെന്ന്. എന്താണ് ടെൻഷൻ? ടെൻഷൻ താൽക്കാലികമാണ്. താൽക്കാലികം എന്ന് ലളിതമായി പറഞ്ഞാൽ ഇതിനെ നമ്മൾ പറയും മനസ്സിൻ്റെ പിരിമുറുക്കമെന്ന്. നമ്മൾ ചില സമയങ്ങളിൽ ചില സാഹചര്യത്തിൽ നമ്മൾക്ക് ശാരീരികവും മാനസികവും ഉണ്ടാകുന്ന തൽക്ഷണ പ്രതികരണമാണ് ടെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പിരിമുറുക്കം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട്, എവിടെയെങ്കിലും സ്റ്റേജിൽ കയറി ഒന്ന് പ്രസംഗിക്കണം, അല്ലെങ്കിൽ ഒന്ന് ഇൻ്റർവ്യൂവിന് നമ്മൾക്കൊന്ന് സംബന്ധിക്കണം. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ നെഞ്ചിനകത്തൊരു പടപടപ്പ്, അല്ലെങ്കിൽ നമ്മുടെ കൈകളൊക്കെ തണുത്ത് ഒന്ന് കിറുകിറാന്നൊന്ന് വിറയ്ക്കും. ആ അവസ്ഥയ്ക്കാണ് ടെൻഷൻ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ സ്റ്റേജിൽ കയറി സംസാരിച്ച് കഴിഞ്ഞിട്ടും ഇൻ്റർവ്യൂ കഴിയുമ്പോഴും ആ ടെൻഷൻ അങ്ങ് മാറിപ്പോവും. പക്ഷേ സ്ട്രെസ് അങ്ങനെയല്ല. സ്ട്രെസ് രണ്ട് വിധത്തിലുണ്ട്: യൂസ്ട്രെസ് ആൻഡ് ഡിസ്ട്രെസ്. യൂസ്ട്രെസ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മുൻപോട്ട് നയിക്കുന്ന പോസിറ്റീവ് സമ്മർദ്ദം, നല്ല സമ്മർദ്ദമാണ്. ഈ സമ്മർദ്ദം കൊണ്ട് നമ്മൾക്ക് ഗുണങ്ങളാണ് ഉണ്ടാകുന്നത്. ഉദാഹരണമായി, നമ്മൾ വീട് പണിയിക്കുന്നു, സ്വന്തമായൊരു വീട് പണിയിക്കുകയാണ്. നമ്മൾ ടെൻഷൻ പിടിച്ചിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി പെട്ടെന്ന് തീർക്കാനൊക്കെ നോക്കും. അപ്പോൾ ആ വീട് പണിത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമാണ്. അതാണ് യൂസ്ട്രെസ്, നല്ല സമ്മർദ്ദം. അതുപോലെ നമ്മൾ വിവാഹം കഴിപ്പിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ വിവാഹം കഴിപ്പിക്കുന്നു. ആ വിവാഹമെല്ലാം ഉറച്ചു കഴിയുമ്പോൾ നമ്മൾ സ്ട്രെസ്സോടുകൂടി എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് അത് എന്തൊക്കെ വേണമെന്നും ആരെയൊക്കെ വിളിക്കണമെന്നും എല്ലാ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്യും. ആ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ സ്ട്രെസ് അങ്ങ് മാറിക്കിട്ടും. അതാണ് യൂസ്ട്രെസ്. പിന്നെ അടുത്തതാണ് ഡിസ്ട്രെസ്. ഡിസ്ട്രെസ് എന്ന് പറയുന്നത് നമ്മുടെ മോശം സമ്മർദ്ദമാണ്. സ്ട്രെസ് എന്ന് പറയുന്നതിൻ്റെ മലയാളം വേർഡ് സമ്മർദ്ദമാണ്. ഈ മോശ സമ്മർദ്ദം എന്ന് പറയുന്നത് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നതല്ല, നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും തളർത്തുന്നതാണ്. അതിൻ്റെ ലക്ഷണങ്ങൾ ഉത്കണ്ഠ, ഉറക്കമില്ലായ്മ, നമുക്ക് ഭയങ്കര ഭയം, എന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ. ഇങ്ങനെയുള്ള അവസ്ഥയെ ആണ് ഡിസ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്ട്രെസ്സിൽ നിന്ന് എങ്ങനെ ഒന്ന് കുറയ്ക്കാമെന്ന് ചിന്തിക്കാം. സാധാരണ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതേക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഈ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി വളരെ ഉപകാരപ്രദമാണെന്ന് പല ന്യൂറോളജിസ്റ്റും പറഞ്ഞിട്ടുണ്ട്. പ്രശസ്തനായ ന്യൂറോളജിസ്റ്റ് നോർമൻ ഡോട്ട് അദ്ദേഹത്തിൻ്റെ ദ ബ്രെയിൻ ദാറ്റ് ചേഞ്ച് ഇറ്റ് സെൽഫ് എന്ന പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു: കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി നമ്മുടെ തലച്ചോറിന് പുതിയ പരിശീലനങ്ങളെ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 5 കാര്യങ്ങളൊന്ന് നോക്കാം. അതിൽ ചിലതൊക്കെ കോഗ്നിറ്റീവ് തെറാപ്പിയിൽ പെടുന്നതാണ്. 1, നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന്. വലിയ പ്രശ്നങ്ങൾ നമ്മളെ അലട്ടുന്നുമുണ്ട്. അവയൊന്ന് എഴുതി വെച്ച് സൊല്യൂഷൻ എങ്ങനെ കണ്ടെടുത്താം എന്ന് നോക്കി അത് ഡിവൈഡ് ചെയ്ത് ഓരോരോ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കും. 2,
ആഴത്തിലുള്ള ശ്വാസോച്ഛ്വാസം. നമ്മൾ ഉള്ളിലേക്ക് 4 സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, 4 സെക്കൻഡ് ശ്വാസം ഉള്ളിൽ പിടിച്ചു വെക്കുക, ഒരു 7 സെക്കൻഡ് കൊണ്ട് ശ്വാസം പുറത്തേക്ക് പയ്യന് വിടുക. ഇത് ഒരു ആശ്വാസത്തിന് സഹായിക്കും. എല്ലാ ദിവസവും 5-10 പ്രാവശ്യം ചെയ്യുക. 3, വ്യായാമം ചെയ്യുക മാത്രമല്ല പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനും സമയം കണ്ടെത്തുക. 4, നമ്മളെ അലട്ടുന്ന, നമ്മളെ സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന ചില ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. അന്നേരം നമ്മൾ മനസ്സുകൊണ്ട് ആ ചിന്തയോട് പറയണം, 5 മണി കഴിഞ്ഞ് ഞാനിത് ചിന്തിക്കാം, ഇപ്പം ചിന്തിക്കേണ്ട, ഇപ്പം എൻ്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് എന്നെ സഹായിക്കുക എന്ന് മനസ്സിനോട് തന്നെ പറയുമ്പോൾ ഇതിനൊരു മാറ്റം വരും. നമുക്ക് മൈൻഡ്ഫുള്ളാകാൻ പറ്റും. 5, ഏതെങ്കിലും ഒരു പ്രൊഫഷണലിസ്റ്റിനെ സമീപിക്കുക. ഒരു കൗൺസിലറോട് ഈ കാര്യങ്ങളൊക്കെ പറയുക, അല്ലെങ്കിൽ ഒരു ആരോഗ്യ വിദഗ്ധനെ കാണുക. അപ്പോൾ നമ്മൾ ഡിസ്ട്രെസ് വരുമ്പോൾ കുറയ്ക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ആവശ്യമാണ്. നിങ്ങൾ ഏത് ടെക്നിക്കാണെന്ന്